Good afternoon. Good afternoon. Okay, good afternoon. ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാ? എത്ര നമ്മൾ എടുത്തത്? നാബിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? നാബ് പറഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് അല്ലേ? നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു ടു മെയിൻ ഡിവിഷൻസ്. അവിടെ തൊട്ടല്ലേ എടുക്കേണ്ടത്? ആണോ? എല്ലാവരും ഒന്നും ഇണ്ടാത്തെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. NAB mainly divides the hospital into two main divisions. One into okay. ഇപ്പൊ NAB ഹോസ്പിറ്റലുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സ് കുറഞ്ഞ ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ 50 ബെഡ്സ് കുറവുള്ള ഹോസ്പിറ്റലുകളെ എന്താ പറയുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ എന്താ പറയുന്നത്? Health care organizations, HCO. Clear അല്ലേ? ഇനി നോക്കിയേ, NAB Guidebook or standards has 10 chapters with 100 standards. എന്താ പറയുന്നത്? NABില് 10 chapters ഉണ്ട്. NABിന്റെ സ്റ്റാൻഡേർഡ്സിൽ 10 chapters ആണുള്ളത്. അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? സ്റ്റാൻഡേർഡ്സ് 100 ആണ്. അതുപോലെ തന്നെ മെഷറബിൾ എലമെന്റ്സ് ഉണ്ടല്ലേ? മെഷറബിൾ എലമെന്റ്സിനെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നും കൂടിയും പറയുന്നുണ്ട്. അപ്പോ നാബിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്രയാ ഉള്ളത്? ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. 651. ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് goal for the performance. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ? എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ലെവല് എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. Elements come under each standards. എലമെന്റ്സ് ഏതിന്റെ കീഴിലാണ് വരുന്നത്? പറയാൻ പറ്റോ? ഞാൻ പറഞ്ഞു 4 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? 4 സെക്ഷൻസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ്സ് വരുന്നു. ആ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് എന്താ ആ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നത്? മെഷറബിൾ എലമെന്റ്സ്. അപ്പോ ഈ മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ്. ആൻഡ് is used to monitor the performance ഹോസ്പിറ്റലിന്റെ എല്ലാ പെർഫോമൻസുകളും മോണിറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. എത്ര എലമെന്റ് ആണ് ഉള്ളത്? 4 എലമെന്റ്സ് ആണ് അല്ലെ? 4 എലമെന്റ്സ് അല്ലെങ്കിൽ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ 4 കാറ്റഗറീസിലാണ് തിരിച്ചിരിക്കുന്നത്.
ഏതൊക്കെയാണ് കാറ്റഗറീസ് വരുന്നത്? ഏതൊക്കെയാണ്? നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതിലാ പഠിച്ചിരിക്കുന്നത്? നാമിലല്ലേ പഠിച്ചിരിക്കുന്നത്? പറഞ്ഞു തന്നിട്ടില്ലേ മിസ്? ഏത് കാറ്റഗറീസ് ആണ്? കോർ കാറ്റഗറി ഉണ്ട്, കമ്മിറ്റ്മെന്റ് കാറ്റഗറി ഉണ്ട്, അച്ചീവ്മെന്റ് കാറ്റഗറി ഉണ്ട്, ലാസ്റ്റ് വൺ ഈസ് എക്സലൻസ് കാറ്റഗറി. ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ പഠിച്ച കാര്യങ്ങള്? ആ ഓക്കെ. ഇനി നോക്കിയേ, ഫസ്റ്റ് കാറ്റഗറിയാണ് കോർ കാറ്റഗറി അല്ലെ. കോർ കാറ്റഗറിയുടെ ഉള്ളില് 102 എലമെന്റ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. നോക്കിയേ, which are essentially evaluated during each assessment. എന്താ പറഞ്ഞത്? ഓരോ അസസ്മെന്റ്, നമുക്ക് കോർ കാറ്റഗറിയെ കുറിച്ചാണ് പറയുന്നത്. ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട്, എസെൻഷ്യലി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. കിട്ടിയില്ലേ? ഇനി എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി ഉണ്ട് അല്ലെ. അതിനകത്ത് എത്ര എലമെന്റ്സ് വരുന്നുണ്ട്? 459 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, which will be evaluated during final assessment. ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തിമ അല്ലെ. അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എന്താണ്? അസസ്മെന്റ് വിലയിരുത്തുന്ന എലമെന്റിനെയാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില് 459 എലമെന്റ്സ് ഉണ്ട്. അതിലെ പറയുന്നത് എങ്ങനെയാണ്? വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ അസസ്മെന്റ് അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്സ്. ഓക്കെ ആണോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് കാറ്റഗറി ആണ് അച്ചീവ്മെന്റ് കാറ്റഗറി. 60 എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. which will be checked out during the surveillance assessment. എന്താണ് സർവീലൻസ്? സർവീലൻസ് എന്താ? എന്താ മീനിങ് സർവീലൻസ്? സർവീലൻസ് എന്താ? ചുറ്റുപാട് അല്ലെങ്കിൽ എന്താണ്? മേൽനോട്ടം വഹിക്കുക കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മേൽനോട്ടം എന്നാണ്. നോക്കിക്കോളൂ, എന്താണ്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ 60 എലമെന്റ്സ് ആണുള്ളത്. which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ, നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് എലമെന്റ്സ്. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നേട്ടം. അപ്പോ അച്ചീവ്മെന്റ് എലമെന്റ്സിൽ വരുന്നത് എന്താണ്? നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സിനെയാണ് ഏത് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. Then last one ആണ് 30 are in excellence category, which will be evaluated during re-accreditation. പറയാൻ പറ്റോ എന്താണെന്ന്? എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? which will be evaluated during re-accreditation. re-accreditationന്റെ സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന എലമെന്റ്സ് ആണ് എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോ എന്താണ്? ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സിനെ 4 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്തായിരുന്നു? കോർ കാറ്റഗറി. അതിനകത്ത് 102 എലമെന്റ്സ് ആണുള്ളത്. എന്താ പറഞ്ഞത്? കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില് 459 എണ്ണമാണുള്ളത്.
ഇനി കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ എന്താ പറഞ്ഞത്? എന്താണ്? അന്തിമ സമയത്ത് അല്ലെ, ഫൈനൽ അസസ്മെന്റ് ആണ്. അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തേണ്ടതായിട്ടുള്ള എലമെന്റ്സ്. ഇനി അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത് 60 എലമെന്റ്സ് ആണുള്ളത്. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ എന്താ പറയുന്നത്? നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. അതുപോലെ എക്സലൻസ്, ലാസ്റ്റ് വണ്ണാണ് എക്സലൻസ് കാറ്റഗറി. 30 എലമെന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? റീഅക്രഡിറ്റേഷൻ സമയത്ത് ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തേണ്ട എലമെന്റ്സ് ആണ് എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, എല്ലാവരും ഓക്കെ ആണല്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് നാബ് സ്റ്റാൻഡേർഡ്സ്. 2 തരത്തിലാണ് ഇവിടെ നാബ് സ്റ്റാൻഡേർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മള് JCIL പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്താണ്? അസസ് ചെയ്യുക അല്ലെ, എന്താണ്? പ്രവേശിപ്പിക്കുക, അതുപോലെ തന്നെ അസസ്മെന്റ്, വിലയിരുത്തല്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പേഷ്യൻസിന്റെ കെയറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പിന്തുടർച്ച. അതാണ് AAC പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. അതുപോലെ COP, കെയർ ഓഫ് പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ്? MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ് അല്ലെ, മാനേജ്മെന്റ് മെഡിക്കേഷൻസിന്റെ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ എന്താണ്? മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, രോഗിയുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് MOM വരുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? അവകാശങ്ങള്, അവരുടെ അവകാശങ്ങള്, അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെ, അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ERE വരുന്നത്. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഇൻഫെക്ഷൻ തടയുന്നതുമായിട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ, പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന കെയറുമായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് PSQൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ROM. അതുപോലെ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, ഫെസിലിറ്റി മാനേജ്മെന്റ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷയുമായിട്ടുള്ള സൗകര്യങ്ങളിലെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്? HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്.
അത് സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ഇതാണ് IMS. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു അല്ലെ, അത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ നാബില് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണുള്ളത് എന്ന് പറഞ്ഞത്. നാബിലെ ചാപ്റ്റേഴ്സ് എത്ര എണ്ണമുണ്ട് നാബില്? എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണം അല്ലെ. അതുപോലെ തന്നെ JCIയിൽ എത്ര എണ്ണമുണ്ട്? JCIയിൽ മറന്നുപോയ 16 എണ്ണം. ഇനി ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ? നാബിന്റെ കാര്യമാണല്ലോ പറയുന്നത്. എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉണ്ട്? പിന്നീട് എത്ര കിട്ടി നിങ്ങൾക്ക്? 10 കിട്ടിയില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചത് നാബിന്റെ ചാപ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടെ ചാപ്റ്റേഴ്സ് ആയിട്ട് 5 എണ്ണം സ്റ്റാൻഡേർഡ്സിലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സിലും 5 എണ്ണം, രണ്ടും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ 10 എണ്ണമാണ് കിട്ടുന്നത്. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. കിട്ടിയാ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കിയേ, നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഡിക്കേറ്റേഴ്സ് എന്താ? സൂചിക അല്ലെങ്കിൽ സൂചകം അല്ലെ. ഓക്കെ, നിങ്ങള് ഇതിനു മുൻപ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചതായിട്ട്? എവിടെയാ പഠിച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഓർമ്മയുണ്ട് എവിടെയാ പഠിച്ചിരിക്കുന്നത്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. വെരി ഗുഡ്. CSSD നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ എന്താണ്, മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, മൈക്രോബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓർമ്മയില്ല? എന്തിനു വേണ്ടിയിട്ടാണ് ഈ CSSDയില് ഈ സൂചകങ്ങള് യൂസ് ചെയ്യുന്നത്? അറിയാൻ പറ്റുമോ? ചാപ്റ്റർ കുഴപ്പമില്ല, എന്നാലും പറഞ്ഞല്ലോ എവിടെയാ പഠിച്ചിരിക്കുന്നത്. സന്തോഷമായി മനസ്സിലായി. ഓക്കെ, എന്തുകൊണ്ടാണ് CSSDയില് ഈ സൂചകങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ്? അറിയാൻ പറ്റുമോ? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. വെരി ഗുഡ്. സ്റ്റെറിലൈസേഷൻ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടല്ലേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണോ? ചാപ്റ്റർ നമ്പർ മിസ്സിന് ഓർമ്മയില്ല കേട്ടോ മോളെ. CSSDയിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, സ്റ്റെറിലൈസേഷൻ മെഷീന്റെ ക്വാളിറ്റി നല്ല രീതിയിലാണോ ആ മിഷൻ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ക്വാളിറ്റി മാനേജ്മെന്റിൽ നമ്മള് നാബില് എന്താണ് ഈ സൂചകങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടായിരിക്കും? അറിയാൻ പറ്റുമോ? ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ? ക്വാളിറ്റി അസസ് ചെയ്യാനായിട്ട്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് KPIS. അടിയിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഷോർട്ട് ഫോം KPIS. അസിസ്റ്റ് the helping to systematically monitor, assess and continually enhance the service performance. ലിറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യാനായിട്ട്, അത് അസസ്മെന്റ് അല്ലെ വിലയിരുത്താനായിട്ട്, അതുപോലെ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങള് യൂസ് ചെയ്യുന്നത്. By themselves, KPIS cannot improve performance. അല്ലെ, എന്താണ് ഈ KPIS-ന് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല?
പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. ബട്ട് എന്തായിട്ട് നിൽക്കാൻ പറ്റും? However, they do provide signpost. എന്താണ് signpost? Signpost എന്താ? Signpost. Signpost എന്താ? വഴികാട്ടിയായിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് സിഗ്നൽ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ സസ്റ്റൈനബിൾ പ്രോഗ്രസ്. അവിടെ എന്താണ് അവർക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സിന് ദംസെൽഫ് ആയിട്ട് അല്ലെ എന്താണ് സ്വയം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തിനായിട്ട് നിൽക്കാൻ അവിടെ പറ്റും? സൈൻ പോസ്റ്റ് ആയിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അതിന് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്? ആ ഹോസ്പിറ്റലിന്റെ ഗോൾസ് അതുപോലെ അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട്, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയായിട്ട് അവിടെ നിൽക്കാം. മനസ്സിലായോ സൂചകത്തിന്റെ യൂസ്? ഓക്കെ ആണോ? എന്താ പറഞ്ഞത് ഇതിനകത്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ, വിലയിരുത്താൻ, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് സ്വന്തമായിട്ട് അവിടുത്തെ കാര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ വഴികാട്ടിയായിട്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അവരുടെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് 32 പഠിക്കാനുണ്ട്. ഓക്കെ, 32 നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. The key performance indicators are likely to be monitored by healthcare organization. എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് നമ്മുടെ പെർഫോമൻസ് ലെവല് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ അത് നിരീക്ഷിക്കും. പെർഫോമൻസ് ലെവൽ ഹൈ ലെവൽ ആകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ഈ സൂചകങ്ങൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ പാരഗ്രാഫ്? ഓക്കെ, ഇനി നമുക്ക് സൂചകങ്ങൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 പഠിക്കാനുണ്ട്. ഫസ്റ്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, the time taken for initial assessment. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന ടൈം, അതാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അതാണ് പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന ടൈം. The time should begin from the time that the patient has
reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. ഒരു രോഗി ഹോസ്പിറ്റലിലെത്തി വാർഡിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. അപ്പോ അദ്ദേഹം എന്താണ് വാർഡിലെത്തി അല്ലെ, വാർഡിലെത്തി. ഇനി ഡോക്ടർ വന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ചികിത്സ നടത്തണം അല്ലെ, ഇനീഷ്യൽ അസസ്മെന്റ് നടത്തണം, പ്രാഥമിക ചികിത്സ നടത്തണം. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഒരു രോഗി വാർഡിലെത്തി ആ ടൈം മുതൽ ഡോക്ടർ വന്ന് ആ രോഗിയെ പ്രാഥമിക മൂല്യനിർണ്ണയം നടത്തുന്നത് വരെയുള്ള ടൈമിങ്. മനസ്സിലായോ? ഒരു രോഗി വാർഡിലെത്തി ആ ടൈം മുതൽ ഡോക്ടർ വന്ന് രോഗിയെ ചികിത്സിക്കുന്നത് വരെയുള്ള അല്ലെ, ആ പ്രാഥമിക മൂല്യനിർണ്ണയം നടത്തുന്നത് വരെയുള്ള ടൈമിനെയാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല എന്താ? സം ഓഫ് ദ ടൈം taken for initial assessment. എന്താണ്? ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അവിടെ അഡ്മിറ്റ് ആയ രോഗികളുടെ ടോട്ടൽ നമ്പർ. മനസ്സിലായോ? ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ അഡ്മിറ്റ് ആയ രോഗികളുടെ ടോട്ടൽ നമ്പർ. ഓക്കെ ആണോ? ഇനി ഒരു സൂത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഫോർമുല പഠിക്കുന്നതിനായിട്ട് ഫസ്റ്റ് ന്യൂമറേറ്റർ ഒന്ന് നോക്കിയേ നിങ്ങള് അല്ലെ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയേ, ഹെഡിങ്ങും ആ ന്യൂമറേറ്റർ ഒന്ന് നോക്കിയേ. എന്താ മനസ്സിലായേ? അല്ല, സാമ്യം ഉണ്ടോ അതുമായിട്ട്? സെയിം ആണല്ലേ. അപ്പൊ ഇവിടെ അത് തന്നെ, ഓരോ ഹെഡിങ്ങും അവിടെ ന്യൂമറേറ്റർ വരുന്നത് ആ ഹെഡിങ് തന്നെയാണ്. അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റിന്റെ ഫോർമുല എഴുതാൻ പറയും. എന്തെഴുതും? സം ഓഫ് ആ ഹെഡിങ് തന്നെ നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, അതുകൊണ്ട് ഹെഡിങ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. ഓക്കെ ആണോ? കിട്ടിയോ? അത് ഫോർമുലയിൽ ഡൗട്ട് ഉണ്ടോ? എന്താ പറയുന്നത്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു രോഗി വാർഡിലെത്തി ആ ടൈം മുതൽ ഡോക്ടർ അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകുന്നത് വരെയുള്ള ടൈമാണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ. ഇനീഷ്യൽ അസസ്മെന്റിൽ എടുക്കുന്ന ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അവിടെ അഡ്മിറ്റ് ആയ രോഗികളുടെ ടോട്ടൽ നമ്പർ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ഇനി സെക്കൻഡ് നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 investigations. Number of reporting errors per 1000 investigations. എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ്? ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷണം. ഓക്കെ, അന്വേഷണം എന്നുള്ളത് സമ്മതിച്ചു. നമ്മൾ പഠിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻസ് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? പരിശോധന. എന്തൊക്കെയാ പരിശോധിക്കുക? ലാബ് ടെസ്റ്റുകള് അല്ലെ, ലാബ് റിപ്പോർട്ടുകള് ഓർമ്മയുണ്ടാ? യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഇങ്ങനെ നമ്മളിപ്പോ ഒരു 1000 ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾ നടത്തുമ്പോ
അതിൽ എത്ര എണ്ണത്തിൽ എറേഴ്സ് വരുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്, അത് നോക്കുന്നതാണ് സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. 1000 എണ്ണം ലാബ് ടെസ്റ്റ് നടത്തുമ്പോ, 1000 ലാബ് ടെസ്റ്റ് നടത്തുമ്പോ അതിൽ എത്ര എണ്ണത്തിലാണ് എറേഴ്സ് വരുന്നത്, തെറ്റുകൾ വരുന്നത് എന്നതിന്റെ ശതമാനമാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. അപ്പോ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെ, ഇവിടെ എന്താണ് എറേഴ്സിന്റെ, റിപ്പോർട്ട് ചെയ്ത എറേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടെസ്റ്റുകൾ എത്ര എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 1000. ഓക്കെ ആണോ? 1000 എണ്ണം ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ 1000 എണ്ണത്തിൽ എത്ര എണ്ണമാണ് എറേഴ്സ് വരുന്നത്, അതിന്റെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് എത്ര എണ്ണമാണോ ആ ടോട്ടലിൽ നിന്ന് എത്ര എണ്ണത്തിന് എറേഴ്സ് വന്നിട്ടുണ്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം, എത്ര ലാബ് ടെസ്റ്റുകൾ ചെയ്തു എന്നുള്ളത്. അതാണ് നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. കിട്ടിയോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് ആ 2 ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കിയേ. 2 എണ്ണം പറഞ്ഞ 2 എണ്ണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിട്ടോ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഫോർമുലാസ് രണ്ടിന്റെയും ഓക്കെ ആണ്. ഇനി തേർഡ് വൺ നോക്കിയേ. പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. എന്താ പറയുന്നത്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗനിർണയം അല്ലെ. അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹറൻസ് എന്താ? പാലിക്കുക. അതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്താണ്? സേഫ്റ്റി പ്രിക്കോഷൻസ് മുൻകരുതലുകള്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? രോഗനിർണയത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എടുക്കുന്നതിന്റെ ശതമാനം കണക്കാക്കുന്നു. ഇപ്പോ നമ്മള് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അവര് എന്താണ് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിക്കേണ്ടൊക്കെ വരാറില്ലേ, അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കാറില്ലേ അവര്? എന്തൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾ എടുക്കുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ്? പറയാൻ പറ്റോ? റേഡിയോളജി പഠിച്ചതല്ലേ നമ്മള്? എന്തൊക്കെയാണ്? ഓർമ്മ വരുന്നുണ്ടോ?
ഗ്ലൗസ് ധരിക്കുക, അതുപോലെ എന്താണ് മാസ്ക്, വെരി ഗുഡ്. അതുപോലെ കണ്ണട വെക്കുക അല്ലെ, അവിടെ ശരീരത്തിലേക്ക് റേഡിയോ കിരണങ്ങൾ പെട്ടെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിലും ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോ ഇവർക്ക് എന്താണ്, രോഗനിർണയത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സേഫ്റ്റി പ്രിക്കോഷൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാഫിംഗ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് divided by number of staff audited into 100. Number of staff adhering to safety precautions അല്ലെ, സേഫ്റ്റി പ്രിക്കോഷൻസിന് പാലിക്കേണ്ട അല്ലെ, അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ധരിക്കേണ്ടതായിട്ടുള്ള സ്റ്റാഫുകളുടെ നമ്പർ, ടോട്ടൽ നമ്പർ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളാണ് കൂടുതലും ആ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. അവരുടെ ടോട്ടൽ നമ്പർ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്, അവിടെ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണം ഇൻടു 100. മനസ്സിലായോ? ഫോർമുല മനസ്സിലായോ? സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ട ആളുകളുടെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫുകളുടെ നമ്പർ ഇൻടു 100. തേർഡ് വൺ ഡൗട്ട് ഉണ്ടോ? എന്താ പറഞ്ഞത്? തേർഡ് വൺ നമ്മൾ പറഞ്ഞത് എന്താണ്? രോഗനിർണയത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് ധരിക്കുക, അതുപോലെ കണ്ണട, ഏപ്രിൻസ് വെക്കാം, അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നതുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ആളുകളുടെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഫോർമുലയിൽ വരുന്നത് നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മൊത്തം എണ്ണം ഇൻടു 100. മനസ്സിലായോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെയാണ്. ഇനി എന്താണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് അല്ലെ? എന്താണ്? മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എറേഴ്സ് വരാം, തെറ്റുകൾ വരാം, അതിന്റെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റുകൾ വരുന്ന അതിന്റെ ശതമാനം നോക്കിയേ. എ മെഡിക്കേഷൻ എറർ is any preventable event that may cause and lead to unsuitable medication use or patient harm while the medication is in the control of the healthcare professional, patient or consumer. എന്താ പറയുന്നത്? നമ്മള് മരുന്ന് കൊടുക്കുമ്പോൾ എറേഴ്സ് വരാറുണ്ട്. അങ്ങനെ എറേഴ്സ് വരുമ്പോൾ നമ്മൾക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും, തടയാനായിട്ട് പറ്റും അല്ലെ? നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് അത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇനി മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എറേഴ്സ് വരുന്നത്? രണ്ട് വ്യക്തികളുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അവിടെയുള്ള പേഷ്യന്റ്. ഇപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മരുന്നുകൾ കൊടുക്കുമ്പോൾ ചിലപ്പോ എന്താണ് ഡോസ് കുറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഡോസ് കൂട്ടി കൊടുക്കാം പേഷ്യൻസ്. അങ്ങനെ എറേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് സ്വയമായിട്ട് അവര് മരുന്ന് കഴിക്കുമ്പോൾ എന്താണ് ചിലപ്പോ ഒരു ഗുളിക കഴിക്കുന്നതിന് പകരം 2 ഗുളിക കഴിക്കാം അല്ലെങ്കിൽ 3 ഗുളിക കഴിക്കാം. അങ്ങനെ ഡോസ് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഡോസ് കുറച്ച് കഴിക്കാം. ഈ 2 പേരുകളുടെയും എന്താണ് ഇതിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് കഴിക്കുന്ന മരുന്നില് അല്ലെങ്കിൽ ഡോസിൽ വ്യത്യാസം വരാം. അതാണ് മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആ മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളിൽ വരുന്ന ശതമാനമാണ് നമ്മളിവിടെ ഫോർത്ത് വണ്ണിൽ കണക്കാക്കുന്നത്. എന്താണ് ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഡിവൈഡഡ് total number of opportunities of medication errors into 100. Total number of medication errors അല്ലെ, മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എറേഴ്സ്, അതിന്റെ മൊത്തമായിട്ടുള്ള ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല്? ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് സാധ്യത. അപ്പൊ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പിശകുകൾ അല്ലെ, എന്തെങ്കിലും തെറ്റുകള്, പിശകുകൾ എന്ന് പറഞ്ഞാല് തെറ്റുകൾ, മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യത, സാധ്യതകളുടെ എണ്ണം ഇൻടു 100. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, മരുന്ന് പിശകുകളുടെ ടോട്ടൽ എണ്ണം, മരുന്നില് കൊടുക്കുമ്പോൾ വരുന്ന തെറ്റുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ, എന്താ പറഞ്ഞത്? മരുന്ന് പിശകുകൾ വരാനുള്ള സാധ്യതകളുടെ ടോട്ടൽ എണ്ണം ഇൻടു 100. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ പറഞ്ഞത്? ഫോർമുല ഇത്തിരി പറഞ്ഞില്ലേ, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഹെഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ അംശവും തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി പറയണോ? ഡൗട്ട് ഉണ്ടോ? തേർഡും ഫോർത്തും ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. തേർഡും ഫോർത്തും ഒന്ന് വായിച്ചേ. ഡൗട്ട് ഉണ്ടോ? വായിച്ചോ നിങ്ങള്? ഓക്കെ ആണ്? ഇനി നെക്സ്റ്റ് നോക്കി, ഫിഫ്ത് വൺ, percentage of medication chart with error prone abbreviations. എന്താണ് അബ്രിവേഷൻസ്? അബ്രിവേഷൻസ് എന്താ? ചുരുക്കി എഴുത്തല്ലേ, ഷോർട്ട് ഫോംസ്. നിങ്ങൾ എവിടെയാ പഠിച്ചിരിക്കുന്നത് അബ്രിവേഷൻസ്? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഏത് ചാപ്റ്ററിലാ? ടെർമിനോളജിയിലല്ലേ? ഓക്കെ, ടെർമിനോളജി. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പാരസെറ്റാമോളിന്റെ അബ്രിവേഷൻ എന്താ? അറിയാമോ നോക്കട്ടെ, ഓർമ്മയുണ്ടാ നോക്കട്ടെ. പാരസെറ്റാമോളിന്റെ അബ്രിവേഷൻ ഷോർട്ട് ഫോം എന്താ? അറിയില്ല? അതിന് പേജിന് മറിച്ചോണ്ടിരിക്കാനാ? തപ്പിക്കൊണ്ടിരിക്കാനാ?
എന്താ ഞാൻ പറയണോ? പാരസെറ്റമോൾ. അറിയില്ല, മിസ് പറയട്ടെ? PCM. PCM അല്ലെ, പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതാതെ നമ്മൾ എങ്ങനെ എഴുതാ? ചുരുക്കരൂപം PCM. Okay. Error-prone abbreviations should be defined in accordance with the guidelines set down by for safe medication practices. എന്താ പറയുന്നത്? ഇപ്പൊ ഡോക്ടർമാരൊക്കെ ഈ മെഡിക്കേഷൻ ചാർട്ടില്, മരുന്നുകൾ എഴുതുന്ന ചാർട്ടില് അവരിങ്ങനെ പേര് വലിച്ചു നീട്ടി എഴുതാതെ എങ്ങനെ എഴുതുന്നത്? ഷോർട്ട് ഫോംസിലാണ് എഴുതാറ്. അങ്ങനെ ഷോർട്ട് ഫോംസിൽ എഴുതുമ്പോ ചിലപ്പോ പിശകുകൾ വരാം, തെറ്റുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ എന്താ, നമ്മള് മരുന്നുകൾ ആ ചാർട്ട് നോക്കി കൊടുക്കുമ്പോഴും എന്ത് സംഭവിക്കാം? തെറ്റുകൾ ഉണ്ടാവാം. അതാണ്, അതിന്റെ ശതമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മള് ഷോർട്ട് ഫോംസിൽ ഇങ്ങനെ ചുരുക്കി എഴുത്തിലൂടെ മരുന്നിന്റെ പേരുകൾ എഴുതുമ്പോ അതിനകത്ത് ഉണ്ടാകുന്ന തെറ്റുകളുടെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണോ? അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ ഫ്രോം അബ്രിവേഷൻസ് divided by number of medication chart review into 100. എന്താ പറയുന്നത്? ചുരുക്കി എഴുത്തിലൂടെ സംഭവിക്കുന്ന എറേഴ്സ് ചുരുക്കി എഴുതുമ്പോ അല്ലെങ്കിൽ ഷോർട്ട് ഫോംസിൽ എഴുതുമ്പോ ഉണ്ടാവുന്ന എറേഴ്സിന്റെ ടോട്ടൽ നമ്പർ മെഡിക്കേഷൻ ചാർട്ടില്, മരുന്നുകളുടെ ചാർട്ടില് ചുരുക്കി എഴുതുമ്പോൾ തെറ്റുണ്ടാകുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ number of medications chart reviewed. Number of medications chart, total number of medication chart, മരുന്നുകളുടെ ചാർട്ട് into 100. കിട്ടിയാ എന്താണെന്നുള്ളത്? എന്താ പറഞ്ഞത്? പെർസെന്റേജ്. ഇവിടെ എങ്ങനെയാണ് പെർസെന്റേജ് കണക്കാക്കുന്നത്? എങ്ങനെയാണ്? നമ്മള് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ മെഡിക്കേഷൻ ചാർട്ടില് അല്ലെ, ഇതാണ് മരുന്നുകളുടെ ചാർട്ടില് അബ്രിവേഷൻസ് ആണ് എഴുതുന്നത്. വരിച്ചു നീട്ടിയ മരുന്നുകളുടെ പേര് എഴുതാതെ ഷോർട്ട് ഫോംസിലാണ് മരുന്നുകളുടെ പേര് എഴുതുന്നത്. അപ്പോ ചില സന്ദർഭങ്ങളില് ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമായിരിക്കാം, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ എന്താണ്, മരുന്ന് എടുത്തു കൊടുക്കുമ്പോ അതിനകത്ത് തെറ്റുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് മെഡിക്കേഷൻ ചാർട്ട് എഴുതുമ്പോഴും ഷോർട്ട് ഫോംസ് എഴുതുമ്പോഴും അതിനകത്ത് തെറ്റ് വരാറുണ്ട്. അങ്ങനെയാണ് എറേഴ്സ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുന്ന എറേഴ്സിന്റെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് divided by number of medication chart reviewed into 100. എന്താ പറയുന്നത്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് അല്ലെ, ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോ മെഡിക്കേഷൻ ചാർട്ടില് മരുന്നുകളുടെ പേര് ചുരുക്കി എഴുതുമ്പോ ഉണ്ടാകുന്ന എറേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ എന്താണ്, മെഡിക്കേഷൻ ചാർട്ടിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. കിട്ടിയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ ആണ്. ഓക്കെ, ഇത്രയും എടുത്തതില് ഡൗട്ട് വരുന്നുണ്ടോ? ഫോർമുല എല്ലാത്തിന്റെയും പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് ചോദിക്കണേന്ന് അറിയാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആണ് ഫോർമുലാസ്. ഞാൻ പറഞ്ഞില്ലേ ടെക്നിക്സ്. അപ്പോ എന്താണ് ഓരോ ഹെഡിങ് ഇപ്പൊ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുമ്പോ അതിന് ഫോർമുല എഴുതാൻ പറഞ്ഞു വന്നാൽ എന്താണ് അതിന്റെ അംശം തന്നെയാണ് അല്ലെ, ആ ഹെഡിങ് തന്നെയാണ് അതിന്റെ ന്യൂമറേറ്റർ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. 5 ഫോർമുലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 5 എണ്ണം പഠിച്ചു വെക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ഇനി? ഫോർത്ത് വൺ പറയണോ? ഫോർത്ത് വൺ എന്താണ്? നമ്മള് മരുന്നുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ആണ് നമ്മളുടെ അതിന്റെ ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത്. ഫോർമുല മാത്രം പറഞ്ഞാൽ മതിയോ? ഒന്നുകൂടി പറയാം. അപ്പൊ എന്താണ്, ഇപ്പോ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് തടയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലാണ് അവിടെ മരുന്ന് കൊടുക്കുമ്പോൾ രോഗികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എറേഴ്സ് വരുന്നത്. ഇങ്ങനെയൊക്കെ വരാം. പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിന്ന് വരാം, അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ മരുന്ന് കഴിക്കുമ്പോഴും വരാറുള്ളതാണ്. പ്രൊഫഷണൽസും പേഷ്യൻസ് ആയാലും എന്താണ് ചിലപ്പോൾ ഡോസ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഡോസ് കുറച്ച് കൊടുക്കാം. പേഷ്യൻസ് തന്നെ കഴിക്കുമ്പോഴും എന്താണ് ഡോസ് കൂട്ടി കഴിക്കാം, ഡോസ് കുറച്ച് കഴിക്കാം. അങ്ങനെയാണ് അവിടെ എറേഴ്സ് വരുന്നത്. ആ എറേഴ്സിന്റെ ശതമാനമാണ് ഇവിടെ കണക്കാക്കുന്നത്. നോക്കി, ഫോർമുല എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഡിവൈഡഡ് ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ മെഡിക്കേഷൻ എറേഴ്സ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് എന്താണ്? മെഡിസിൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിശകുകൾ, അതിന്റെ ടോട്ടൽ നമ്പർ കിട്ടിയില്ലേ? അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എന്താണ്? മരുന്നിൽ പിശകുകൾ വരാനുള്ള ഓപ്പർച്യൂണിറ്റി, സാധ്യതകളുടെ എണ്ണം into 100. മനസ്സിലായോ? ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.